ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളാണ് നോക്കുന്നത്. അതിൽ മെറ്റീരിയൽ ആൻഡ് ലേബർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ലേബർ എന്നുള്ള ചാപ്റ്ററാണ് വിധു മിസ് എടുക്കുന്നത്. അതിൽ മെറ്റീരിയൽ എന്നുള്ള പോർഷനാണ് മിസ് എടുക്കുന്നത്. അപ്പം നമ്മൾ കോസ്റ്റ് ഷീറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ദ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഓഫ് ഫോർ പ്രൊഡക്ഷൻ ഈസ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്. മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഓവർഹെഡ്. അതിൽ മെറ്റീരിയൽ എന്നുള്ളതിൽ എന്തൊക്കെ വരും, എങ്ങനെയാണ് അത് അക്കൗണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബുക്സിൽ കാണിക്കുന്നത്, എങ്ങനെ നമ്മളത് സ്റ്റോർ ചെയ്യണം, അതിൻ്റെ ക്വാണ്ടിറ്റി, പ്രൈസ്, ഒരു വസ്തുവിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം സൂചിപ്പിക്കാനായിട്ടാണ് മെറ്റീരിയൽ എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. ദെൻ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് വാട്ട് ഈസ് മെറ്റീരിയൽ. Material means any article used for production. Any form of article ആകുക, any form of material used for production. ഒരു സാധനം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതിനെയെല്ലാം നമ്മൾ മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ് റോ മെറ്റീരിയൽ, കമ്പോണൻസ്, കൺസ്യൂമബിൾ സ്റ്റോർസ്, മെയിൻ്റനൻസ് മെറ്റീരിയൽ, ടൂൾസ്, പ്രൈമറി പാക്കേജിങ് മെറ്റീരിയൽസ് എക്സെട്ര. അതായത് റോ മെറ്റീരിയൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം അല്ലേ. റോ മെറ്റീരിയൽ ഇപ്പോൾ ഒരു മേശ ഉണ്ടാക്കാനായിട്ട് അല്ലെ മരം ഉപയോഗിക്കുന്ന പോലെ. കമ്പോണൻസ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന പശ, ആണി, അങ്ങനത്തെ കാര്യങ്ങൾ. കൺസ്യൂമബിൾ സ്റ്റോർസ്, ഇപ്പോൾ അത് തുടയ്ക്കാനായിട്ടൊക്കെ ഇപ്പോൾ ചെറിയ പേപ്പറോ അല്ലെങ്കിൽ തുണിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്. മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അത് പണിയാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ആകാം. പ്രൈമറി പാക്കേജിങ്ങിന് വരുന്നത്, അതായത് പാക്കേജിങ് ചെയ്താലേ നമുക്കത് വിൽക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കോട്ടിങ്ങിലൊരു പാക്കിംഗ് ഉണ്ടാകും. ആ പാക്കിംഗ് ഉണ്ടെങ്കിലേ നമുക്കത് വിൽക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് വിചാരിക്കും. അപ്പം അതിനെയാണ് നമ്മൾ പ്രൈമറി പാക്കേജിങ് എന്ന് പറയുക. അപ്പം ഇത്തരം കാര്യങ്ങളാണ് മെറ്റീരിയൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ ഈ മെറ്റീരിയലിനെ നമ്മൾ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഇതിലെന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ? ദ മെറ്റീരിയൽ വിച്ച് ആർ ഡയറക്റ്റ്ലി എൻറ്റേർഡ് ഇൻ ടു ദി പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷനിൽ ഡയറക്റ്റ്ലി ഉപയോഗിക്കുന്നത്. ദാറ്റ് വി ക്യാൻ സീ ഓർ വി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ് പ്രോഡക്റ്റ് ഫ്രം ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ മെറ്റീരിയൽ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു മേശ ഉണ്ടാക്കുകയാണെങ്കിൽ മരം എന്നുള്ളത് നമുക്ക് അത് മരം കൊണ്ടുണ്ടാക്കിയ മേശ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ മേശ അല്ലേ. അപ്പോൾ ആ സ്റ്റീൽ എന്നുള്ളതാണ് അവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ വരാം അല്ലേ, അല്ലെങ്കിൽ മരമാണ് അവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ. സോ ദീസ് ആർ ദ മെറ്റീരിയൽസ് വിച്ച് ആർ ഡയറക്റ്റ്ലി എൻറ്റേർഡ് ഇൻ ടു ദി പ്രൊഡക്ഷൻ ആൻഡ് ബിക്കം എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഈസ് ഡയറക്റ്റ് മെറ്റീരിയൽ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കനോട്ട് ബി ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈഡ്. ഇപ്പോൾ മേശ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പശ നമുക്കത് എത്ര ഉപയോഗിച്ചു എന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു കുപ്പിയിൽ കുറച്ചൊക്കെ ബാക്കി വന്നിട്ടുണ്ടാകും അല്ലേ, അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഇത്രയും ഉപയോഗിച്ചു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തതിനെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പറയുക. ഇറ്റ് കനോട്ട് ബി ഡയറക്റ്റ്ലി ചാർജ്ഡ് ടു പ്രൊഡക്ഷൻ ആൻഡ് യൂസ്ഡ് വെരി സ്മോൾ ക്വാണ്ടിറ്റി. ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ മെറ്റീരിയൽ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ വിച്ച് ആർ directly entered into production and become a part of the finished product which can directly identified and directly charged to production. But in case of indirect material, it cannot be directly identified. It cannot be directly identified or directly charged to production. The quantity is small quantity ആയിരിക്കും indirect material നമ്മൾ ഉപയോഗിക്കുന്നത്. Then നമ്മളിപ്പോൾ മെറ്റീരിയൽ എന്താണ്, മെറ്റീരിയലിൻ്റെ ടൈപ്സ് പഠിച്ചു. എന്തിനാണ് നമ്മൾ ഈ മെറ്റീരിയൽ എന്നുള്ളൊരു ചാപ്റ്റർ പഠിക്കണേ? ഫോർ കൺട്രോൾ. കോസ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കോസ്റ്റ് കൺട്രോൾ ഓർ കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ആൻഡ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ വാട്ട് ഈസ് കോസ്റ്റ് കൺട്രോൾ? Cost control means material control means control over materials. അത് റോ മെറ്റീരിയൽ ആകാം, കമ്പോണൻസ് ആകാം, കൺസ്യൂമബിൾ സ്റ്റോർസ് ആകാം, വാട്ട് എവർ. ഏതൊക്കെ മെറ്റീരിയൽ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ കൺട്രോൾ ചെയ്യണേനെയാണ് നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുക. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ ആവശ്യമില്ലാണ്ട് കുറേ ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക, അത് ഇൻഡയറക്റ്റ്ലി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ്ലി ചാർജ് ചെയ്യാൻ പറ്റില്ല. അത് കുറേ ഉപയോഗിച്ചാലും
നമുക്ക് എന്ത് ചെയ്യും, പൈസ കൂടും ഇല്ലേ. ക്വാണ്ടിറ്റി കുറവാണെന്നുള്ളൂ. ചിലപ്പോൾ ഒരു പാക്കറ്റ് പശുക്ക് 1000 രൂപയാണെന്ന് വിചാരിക്കുക, അതൊരു 10 ഉപയോഗിച്ചാൽ അവിടെ പൈസയേ ഇല്ലേ. റോ മെറ്റീരിയലിന് ചിലപ്പോൾ ആകെ 10000 രൂപയായിട്ടുണ്ടാവുള്ളൂ. അപ്പം അത്തരത്തിലുള്ള മെറ്റീരിയലിൻ്റെ യൂസേജിനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുന്നത്, പ്രൊക്യൂർമെൻറ്റ് മീൻസ് പർച്ചേസ് ചെയ്യുന്നത്, വാങ്ങുന്നത്, അത് സ്റ്റോർ ചെയ്യുന്നത്, അതിൻ്റെ യൂസേജൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ എഫിഷ്യൻറ്റ് മെറ്റീരിയൽ കൺട്രോളിൽ നമ്മൾ 5 hours ആണ് പഠിക്കുന്നത്. അതായത് ദർ ഈസ് 5 hours ഇൻവോൾവ്ഡ് ഇൻ ദി എഫിഷ്യൻറ്റ് മെറ്റീരിയൽ കൺട്രോൾ. അത് വന്നത് റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് പ്രൈസ് ആൻഡ് റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് സോഴ്സ്. ഇപ്പം നോക്കി, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്രൈസ്, ടൈം, സോഴ്സ്. എത്ര ക്വാളിറ്റി വേണം. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ 100 കിലോഗ്രാം വേണം. ആ 100 കിലോഗ്രാം ഇസ് ദ റൈറ്റ് ക്വാണ്ടിറ്റി. ദെൻ ക്വാളിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ക്വാളിറ്റി കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാനായിട്ട് നോക്കും. അതിൻ്റെ പ്രൈസ്, ടൈം, സോഴ്സ്, എവിടെ നിന്ന് വാങ്ങണോ, ഈ 5 കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്താൽ, കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് മെറ്റീരിയൽ കൺട്രോൾ പറ്റുള്ളൂ. ഇപ്പോൾ റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് പ്രൈസ്, റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് സോഴ്സ്. ഓക്കെ. ദെൻ എന്തിനാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമുക്ക് ഇതന്നെ പഠിച്ചാൽ മതി. ഇമ്പോർട്ടൻസ് എന്താ പറയുക, ഇറ്റ് എൻഷുർ കണ്ടിന്യൂസ് സപ്ലൈ. ഇപ്പം മെറ്റീരിയൽ കൺട്രോളിന് നമുക്ക് കുറേ ടെക്നിക്സുകൾ പഠിക്കാനുണ്ട്. മെറ്റീരിയൽ സ്റ്റോർസ്, പിൻ കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. ലെവൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ ഓരോ മെത്തേഡ്, ഓരോ ടെക്നിക്ക് ഉപയോഗിക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഷുർ ദ സപ്ലൈ, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ. ഇപ്പം അത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഷിഫ്റ്റ് സിസ്റ്റം ഉണ്ട് കമ്പനികളിൽ. എന്തിനാണ് ഷിഫ്റ്റ് സിസ്റ്റം ഉപയോഗിക്കണതെന്ന് വെച്ചാൽ, ആ മെഷീൻ ഓണാക്കി പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ അവിടുത്തെ ഇലക്ട്രിസിറ്റി ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഫ്രിഡ്ജ് ഓണാക്കി ഓഫാക്കുമ്പോൾ കറണ്ട് കൂടും എന്നൊക്കെ പറഞ്ഞിട്ടിട്ടില്ലേ. അതേപോലെയാണ് ചില മെഷീൻ ഓഫാക്കി ഓണാക്കാനായിട്ട് കുറേ ചാർജ് വേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും, അവർ കണ്ടിന്യൂസ് ആയിട്ട് അത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എത്രയാണോ എൻ്റെ ആ മെഷീൻ്റെ ലൈഫ്, അത്രയും നാളിത് ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഓടുമ്പോൾ എന്ത് ചെയ്യും, ആ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഒരു ഡേയ്സിൽ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ആവാനായിട്ട് അതൊരു 5 മണിക്കൂർ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കും. ആ 5 മണിക്കൂർ പ്രൊഡക്ഷൻ 10000 യൂണിറ്റ് വേണം. നെക്സ്റ്റ് 5 hours 10000 യൂണിറ്റ് അവിടെ ഉണ്ടായിരിക്കണം. എന്നാലേ ഷിഫ്റ്റ് സിസ്റ്റം കറക്റ്റായിട്ട് എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഫസ്റ്റത്തെ ഇമ്പോർട്ടൻസ്. അപ്പം അവിടെ ആ 10000 യൂണിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫുൾ പ്രൊഡക്ഷൻ അത് ബാധിക്കും. ആ മെഷീൻ ഓഫാക്കിയിടേണ്ടി വരും. ആ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ജോലി ഉണ്ടാവില്ല. അപ്പം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയൽ കൺട്രോൾ ഉപയോഗിക്കുക. സോ ഇറ്റ് എൻഷുർ കണ്ടിന്യൂസ് സപ്ലൈ. സെക്കൻഡ് വൺ എന്താ, ഇറ്റ് മിനിമൈസ് വേസ്റ്റേജ് ആൻഡ് പിൽഫറേജ്. നഷ്ടം, വേസ്റ്റേജും പിന്നെ ചീത്തയായി പോകുന്നതൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇറ്റ് ലീഡ്സ് ടു എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് എന്ന് പറയാൻ കാരണം എന്താ, ഫണ്ട് നമ്മൾ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയൽസിലേക്ക് ഇടാമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യം 10000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ആ ദിവസം ഒരു 10 ഷിഫ്റ്റ് അല്ലെങ്കിൽ 5 വെച്ചിട്ട് 24 മണിക്കൂറിൻ്റെ 4 ഷിഫ്റ്റ് അല്ലേ, 4.5 ഷിഫ്റ്റ് വരും. ആ 4.5 ഷിഫ്റ്റിന് 10000 വെച്ചിട്ട് 40000 അല്ലെങ്കിൽ 45000 യൂണിറ്റ് നമുക്ക് വേണം. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ ആ 45000 യൂണിറ്റ് മെറ്റീരിയൽ അവിടെ ഉണ്ടായാൽ മതി. അതിനും വേണ്ടി നമ്മൾ 1,00,000 യൂണിറ്റ് ഒന്നും വാങ്ങി വെക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ 1,00,000 വാങ്ങി വെച്ചാലുള്ള ബുദ്ധിമുട്ട് എന്താ, നമ്മൾ കൂടുതൽ പൈസ റോ മെറ്റീരിയൽ ചിലവാക്കും. ചുമ്മാ അത് കെട്ടിക്കിടന്ന് നമുക്ക് പൈസ നഷ്ടം വരും. ആ പൈസ എടുത്ത് നമുക്ക് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തായിരുന്നു. അപ്പം അത്തരത്തിൽ നമ്മുടെ ഫണ്ടിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് റെഡ്യൂസ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻ ഇൻവെൻട്രീസ്. ക്യാപിറ്റലിന് എത്ര പോർഷനാണോ ഇൻവെൻട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണേ അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ 1,00,000 സ്റ്റോർ ചെയ്യാൻ വരുന്ന കോസ്റ്റും 40,000 സ്റ്റോർ ചെയ്യാൻ വരുന്ന കോസ്റ്റും വേറെയാണ്. ഇപ്പോൾ റെൻറ്റഡ് വെയർ ഹൗസ് ആണെന്ന് വിചാരിക്കുക, 1,00,000 നമ്മൾ ചിലപ്പോൾ 5 വെയർ ഹൗസ് വാടകയ്ക്ക് എടുക്കേണ്ടി വരും.
40,000 ഒരെണ്ണം നമ്മൾ എടുത്താൽ മതി അല്ലേ. അപ്പം അത്തരത്തിൽ വെയർ ഹൗസിൻ്റെ സ്റ്റോറേജ് കോസ്റ്റ് അതാട്ടാ വരണേ. സ്റ്റോറേജ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ് എൻഷുർ ചെയ്യാൻ പറ്റും. ഇറ്റ് എൻഷുർ ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ് ആൻഡ് എൻഷുർ മെയിൻ്റനൻസ് ഓഫ് പ്രോപ്പർ ആൻഡ് അപ് ടു ഡേറ്റ് ഇൻവെൻട്രി. മെറ്റീരിയൽ കൺട്രോൾ ഉണ്ടെങ്കിൽ എത്ര പോയി എത്ര വന്നു എന്നൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ നിങ്ങൾ കടയിൽ കാണാം മാർച്ച് 31 സ്റ്റോക്ക് എടുപ്പ് അല്ലേ. സ്റ്റോക്ക് എടുപ്പ് കാരണം കട അടച്ചിട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നമ്മളുടെ സ്റ്റോക്ക് നമുക്ക് കറക്റ്റ് അറിയാം. എത്ര പൈസ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയണം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും ക്യാപിറ്റൽ എമൗണ്ടിനേക്കാൾ കൂടാനായിട്ട് പാടില്ല. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുക, ഒപ്റ്റിമം ആക്കാനായിട്ടാണ് മെറ്റീരിയൽ കൺട്രോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തിനൊക്കെയാണ്? എൻഷുർ കണ്ടിന്യൂസ് സപ്ലൈ, മിനിമൈസ് വേസ്റ്റേജ് ആൻഡ് പിൽഫറേജ്. It leads to efficient utilization of fund, reduce the amount of capital in inventory, reduce storage cost, ensure optimum use of resources and ensure maintenance of proper and up-to-date record of inventory. Then ഇനി നെക്സ്റ്റ് വേണ്ടതാണ് മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സ്. മെറ്റീരിയൽ കൺട്രോൾ നോക്കി എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് ഒബ്ജക്റ്റീവ് നോക്കി. അപ്പോൾ എന്ത് ചെയ്യുക, മെറ്റീരിയൽ കൺട്രോൾ നിങ്ങൾ ആലോചിക്കുക. നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഇതിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വലിയൊക്കെ സ്ഥാപനത്തിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു ചെറിയ കടയാണെങ്കിൽ എന്താ, അയാൾ തന്നെ പോയി സാധനങ്ങൾ വാങ്ങണോ, കടയുടെ ഒരു ഭാഗത്ത് വെക്കണോ, ആവശ്യമുള്ളപ്പോൾ ചോദിച്ച് കൊടുക്കണോ. പക്ഷേ ഒരു പ്രൊഡക്ഷനൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് അവരെ തിരിച്ചിട്ടുണ്ടാവും. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സാധനങ്ങൾ വാങ്ങാനായിട്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആ വാങ്ങിയ സാധനങ്ങളെടുത്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്താനായിട്ട്, ദെൻ സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അപ്പം മെറ്റീരിയൽ കൺട്രോൾ എന്നുള്ളൊരു ഭാഗം നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ദെൻ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ അതിൻ്റെ പൈസ കിട്ടാൻ വേണ്ടി നമ്മൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണം. അപ്പോൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇപ്പോൾ പ്രൊഡക്ഷൻ നടന്നു, അത് നമുക്ക് ഓർഡർ പഠിക്കാനുണ്ട് കേട്ടോ, നോക്കാം. അപ്പോൾ ഈ മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സിൽ പ്രധാനമായിട്ടും വരുന്നത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. അതായത് വാട്ട് എവർ ബി ദ മെറ്റീരിയൽ റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ വി നീഡ് ടു ബി പർച്ചേസിങ്. പർച്ചേസ് റിക്വസിഷൻ കൊട്ടേഷൻ വെച്ചിട്ട് അത് പർച്ചേസ് ചെയ്യുക. ദെൻ അത് വരുമ്പോൾ സ്റ്റോറിൽ നമ്മുടെ ഗേറ്റിൽ വരുമ്പോൾ അത് റിസീവ് ചെയ്ത മെറ്റീരിയൽസ് വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്ത മെറ്റീരിയൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എപ്പോഴാണ് പ്രൊഡക്ഷൻ ആവശ്യമുള്ളത് അപ്പോൾ അതെന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. ഈ 4 പ്രോസസ്സാണ് നമ്മുടെ മെറ്റീരിയൽ കൺട്രോളിൽ വരുന്നത്: പർച്ചേസിങ്, റിസീവിങ്, സ്റ്റോറേജ് ആൻഡ് ഇഷ്യൂ. ഓക്കെ, ഈ പർച്ചേസിങ് ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പർച്ചേസിങ് ആൻഡ് സ്റ്റോറേജിങ്ങിനാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. അതിൽ 2 തരം പർച്ചേസാണുള്ളത്. സെൻട്രലൈസ്ഡ് പർച്ചേസുണ്ട്, ഡീസെൻട്രലൈസ്ഡ് പർച്ചേസുണ്ട്. എന്താ സെൻട്രലൈസ്ഡ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ? സെൻട്രലൈസ്ഡ് അല്ലേ, ഒരൊറ്റ ആൾ ആയിരിക്കും ആ ഓർഗനൈസേഷൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത്. റോ മെറ്റീരിയൽ തുടങ്ങി പേന, പെൻസിൽ വരെ ഓഫീസിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പർച്ചേസ് ചെയ്യുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രലൈസ്ഡ് പർച്ചേസ്. ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ പർച്ചേസ് മെറ്റീരിയൽ ഫോർ ദ എൻറ്റയർ ഓർഗനൈസേഷൻ. അതേസമയം ഡീസെൻട്രലൈസ്ഡ് പർച്ചേസ് ആണെങ്കിൽ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് മേക്സ് ഇറ്റ്സ് ഓൺ പർച്ചേസ്. ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ പർച്ചേസ് ചെയ്യും. ദെൻ വേറെ എന്താ, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ പർച്ചേസ് ചെയ്യും. ഇങ്ങനെയാണ് വരിക. അപ്പോൾ സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ഇത് എപ്പോഴും 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ളതാണ്, പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ദെൻ ഈ സെൻട്രലൈസ്ഡ് പർച്ചേസിങ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ബൾക്ക് പർച്ചേസ് ആയിരിക്കും. ഇപ്പോൾ A4 പേപ്പർ വേണം, എനിക്കിപ്പോൾ A4 വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു ബണ്ടിൽ വാങ്ങുന്നതിന് പകരം ഓൾ കോളേജ് എന്ത് ചെയ്യും, ഒരു 100 ബണ്ടിലൊക്കെ ആയിരിക്കും വാങ്ങുക. അപ്പോൾ ബൾക്ക് പർച്ചേസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് കിട്ടും. കോസ്റ്റ് ഓഫ് പർച്ചേസ്, ഇത് വണ്ടി വിളിച്ച് കൊണ്ടുവരേണ്ട ചാർജ് കുറയും. കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ എക്സ്പെൻസും സെയിം ക്വാണ്ടിറ്റി ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് വന്നതാ ഒരേപോലെയുള്ള ക്വാണ്ടിറ്റിയിൽ നിന്നാണ് നമുക്ക് എടുത്തരാം. സോ യൂണിഫോം ക്വാളിറ്റി ആയിരിക്കും. ദെൻ എഫക്റ്റീവ് കൺട്രോളിന് പറ്റും. ക്ലറിക്കൽ വർക്ക്സ് കുറവായിരിക്കും. ഒരൊറ്റ പ്രാവശ്യം എൻ്റർ ചെയ്താൽ മതി. അല്ലെങ്കിൽ 10 പേര് പോയി വാങ്ങി ആ 10 പ്രാവശ്യം എൻ്റർ ചെയ്യണം. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ പ്രാവശ്യമായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് ഹ്യൂജ് കോസ്റ്റ്, അത്രയും എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഡിലേ, കുറേ ഒരുമിച്ച് ചോദിക്കുമ്പോൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, വരുത്തി തരേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഡിലേ ഉണ്ടാകും. ചിലപ്പോൾ അത്
റോങ് റിസൾട്ട് വരും. റോങ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ കൊറോണ വന്നു അല്ലേ, നമ്മുടെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായി, അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, നശിച്ചു പോകും, ഔട്ട്ഡേറ്റഡ് ആകും, ഡേറ്റ് മാനുഫാക്ചറിങ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞത് ഒക്കെ ഉണ്ടാകും. അപ്പോൾ റോങ് പർച്ചേസ് മേ റിസൾട്ട് ബൾക്ക് പർച്ചേസ് മേ റിസൾട്ട് റോങ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ദെൻ പർച്ചേസ് പ്രൊസീജിയർ. ദിസ് ഈസ് പർച്ചേസ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളൊരു ബിഗ് ഓർഗനൈസേഷൻ സാധനങ്ങൾ വാങ്ങുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് റിസീവിങ് പർച്ചേസ് റിക്വിസിഷനാണ്. ഈ പർച്ചേസ് റിക്വിസിഷൻ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് ചെയ്തു, സാധനങ്ങൾ ഉണ്ടാക്കി. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് തോന്നാണ് എനിക്ക് ഇത്ര സാധനങ്ങൾ തീർന്നു എന്നുള്ളത് വരാണ്. അപ്പോൾ അത് നാളത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള അത് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് മന്തിൽ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് സ്റ്റോക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു പർച്ചേസ് റിക്വിസിഷൻ തയ്യാറാക്കും. ഇന്ന റോ മെറ്റീരിയൽ ഇത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളത് തയ്യാറാക്കും. ആ പർച്ചേസ് റിക്വിസിഷൻ നമ്മൾ എന്ത് ചെയ്യും, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കും. അവരാണ് എന്ത് ചെയ്യുക, കൊട്ടേഷൻസും ടെൻഡേഴ്സൊക്കെ വിളിക്കും. അതായത് ഇപ്പം കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഏതൊക്കെ കമ്പനികളാണോ ആ പ്രൊഡക്റ്റ് നൽകുന്നത് അവർ ഇന്ന ക്വാണ്ടിറ്റി ഇത്ര രൂപയ്ക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് കൊട്ടേഷൻ വയ്ക്കും. ആ കൊട്ടേഷനിൽ നിന്ന് എന്ത് ചെയ്യും, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സപ്ലയറെ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ സപ്ലയർക്ക് പർച്ചേസ് ഓർഡർ കൊടുക്കും. അപ്പോൾ അവരുടെ സപ്ലയർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി വന്നിട്ടുണ്ടോ എന്നാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യുക. ദെൻ പർച്ചേസ് ഓർഡർ കൊടുക്കുക. പർച്ചേസ് ഓർഡർ കൊടുത്ത് വിത്തിൻ എത്ര സമയം കൊണ്ടാണ് അവർ തരണേന്നുള്ളതൊക്കെ ഓർഡറിലുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് മെറ്റീരിയൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് റിസീവ് ചെയ്യും. ആ മെറ്റീരിയൽ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യും, നമ്മൾ പറഞ്ഞേക്കണതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ അത് ഇൻസ്പെക്ഷൻ നടത്തും. ദെൻ ഇൻവോയ്സ് ചെക്ക് ചെയ്യും, കറക്റ്റ് എമൗണ്ട് ആണോ ക്വാളിറ്റി ആണോ ക്വാണ്ടിറ്റി ഒക്കെ ചെക്ക് ചെയ്യും, ഇൻവോയ്സ് ചെക്ക് ചെയ്യും. ദെൻ പേയ്മെൻറ്റ് നടത്തും. ഇതാണ് പർച്ചേസ് പ്രൊസീജിയർ. ഇത് നമുക്ക് 5 മാർക്സിൻ്റെ ചോദിക്കാറുണ്ട്. ഹെഡിങ്സ് നല്ലപോലെ പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഓരോ ബുക്കിലും ഓരോ ഇതാണ് വരിക. ഇതിപ്പോൾ പർച്ചേസ് ഓർഡർ എന്ന് പറയുമ്പോൾ തന്നെ പൈസ കൊടുത്തു, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുത്തു, അങ്ങനെയൊക്കെ പറയേണ്ടത്. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു 7 സ്റ്റെപ്സാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. റിസീവിങ് പർച്ചേസ് റിക്വിസിഷൻ, ഇൻവൈറ്റിംഗ് കൊട്ടേഷൻ ആൻഡ് ടെൻഡർ, സെലക്ടിങ് ദ സപ്ലയർ, പ്ലേസിംഗ് പർച്ചേസ് ഓർഡർ, റിസീവിംഗ് മെറ്റീരിയൽ, ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽ, ചെക്കിംഗ് ദ ഇൻവോയ്സ് ആൻഡ് മേക്കിംഗ് പേയ്മെൻറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ മെറ്റീരിയലിൻ്റെ തിയററ്റിക്കൽ പോർഷനാണ് നമ്മൾ ഈ കഴിഞ്ഞത്. ഇനി നാളെ നമുക്ക് അതിൻ്റെ പ്രോബ്ലം എടുത്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നത്തെ ഈ 3 സ്ലൈഡുകൾ മിസ്സിട്ടില്ലേ, അതിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ട് എഴുതിയിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ അറ്റൻഡൻസ് ഇടുള്ളൂ. സബ്മിറ്റ് ഇന്ന് 2 മണിക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യുക കേട്ടോ. അവരുടെ ലാസ്റ്റ് ആവുമ്പോഴേക്കും നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. പറ്റുന്നവർ, അല്ലാത്തവർക്ക് മാക്സിമം 2 മണി, അത് വിട്ട് പോവരുത്.